സിമീസ് ഡെലീഷ്യസ് ടൈം. നമുക്കിതൊരു പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുത്താലോ? അപ്പം നമുക്കത് എങ്ങനെയാണ് എളുപ്പത്തിൽ ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ അമർത്തുക. അപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. 3 സവോള അരിഞ്ഞത് നമുക്കിതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. സവോളയുടെ വലിപ്പം പ്രശ്നമില്ല, നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. സവോള ഒന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. നമുക്കിത് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം. മിക്സിയിലോട്ട് 3 ടൊമാറ്റോ അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 10 ചെറിയ വെളുത്തുള്ളി. ഞാൻ ചെറിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വലിയ വെളുത്തുള്ളിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 കഷ്ണം ചേർത്താൽ മതിയാവും. $50 ഗ്രാം കാഷ്യൂനട്ടും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 10 മിനിറ്റ് മുമ്പാണ് ഇത് വെള്ളത്തിലിട്ട് വെച്ചത്. സവോള വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ബട്ടർ ഈ പാത്രത്തിലോട്ടിടാം. ഇത്രയും ബട്ടർ മതിയാകും. നേരത്തെ സവോള വഴറ്റിയ പാത്രത്തിലോട്ട് തന്നെയാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. ബട്ടർ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ഈ പാത്രത്തിലോട്ടിടാം. അല്പം വെള്ളം എടുത്ത് ആ മിക്സിയിലോട്ട് ഒഴിച്ച് ഇതിൻ്റെ അകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന ബാക്കി അരപ്പും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. നമുക്കിതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വന്നതിന് ശേഷം അല്പം കസ്തൂരി മേത്തി എടുത്ത് ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഞെരടി ഇട്ട് കൊടുക്കണം. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിൻ്റെ അകത്തേക്ക് 400 ഗ്രാം പനീറും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിൻ്റെ അകത്തേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കിയെടുക്കുക. ഇതിൻ്റെ അകത്തേക്ക് അല്പം വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഗ്രാം ഫ്രഷ് ക്രീമും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ഉപ്പ് ചേർക്കാനായിട്ട്.
ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചതും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം അല്പസമയം ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. സിമീസ് ഡെലീഷ്യസ് ടൈം. താങ്ക് യു.